ഹായ് എവരി വൺ, ഡിയർ സ്റ്റുഡൻസ്, മാനേജ്മെൻറ്റ് സയൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ഡിസിഷൻ തിയറീനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ മെയിൻ ഫങ്ഷൻസ് ആണ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, സൂപ്പർവൈസിങ് ആൻഡ് കൺട്രോളിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫങ്ഷൻസ് എല്ലാം പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഇൻവോൾവ്ഡ് ആണ്. Okay, so the management has to face several situations where they have to make a choice among several alternative course of actions. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഫങ്ഷൻസ് ഒക്കെ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യും. ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഡിസിഷൻ. ഒരു ഡിസിഷൻ എടുക്കുക അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളത് ഒരു മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസിഷൻ തിയറി എന്നുള്ള ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കൺസെപ്റ്റ് പ്രകാരം അല്ലെങ്കിൽ ഡിസിഷൻ തിയറി ഹെൽപ്പ് ചെയ്യണത് ഒരു മാനേജ്മെൻറ്റിന് അതിൻ്റെ ബെസ്റ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ എന്താണ് ഡിസിഷൻ മേക്കിംഗ്? സോ ഡിസിഷൻ മേക്കിംഗ് ഈസ് എ പ്രോസസ് ഓഫ് സെലക്ടിങ് ദി ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഫ്രം എ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ്. അതായത് ഒരുപാട് ഓൾട്ടർനേറ്റീവ് ആക്ഷൻസിൽ നിന്നും ഒരുപാട് ഓൾട്ടർനേറ്റീവ് ഡിസിഷൻസിൽ നിന്നും ഒരു ബെസ്റ്റ് ഡിസിഷൻ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ നമ്മൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഒരു ബെസ്റ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു നല്ല ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ഫ്യൂച്ചറിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കേസ് ഉണ്ടാവും. ഇനി ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസസ്, അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും അല്ലെങ്കിൽ ഔട്ട്കം എന്തായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ വളരെ പ്രയാസമായിരിക്കും. സോ ഇതെല്ലാം ഓവർകം ചെയ്തിട്ട് വേണം ഒരു ബെസ്റ്റ് ഡിസിഷൻ എടുക്കാനായിട്ട്. സോ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ് ആക്ഷൻസിൽ നിന്നും അല്ലെങ്കിൽ നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷനിൽ നിന്നും ഒരു ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ സെലക്ട് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ദർ ഇസ് എ ഡെഫിനിഷൻ, that is, decision making involves the selection of course of action from two or more possible alternatives in order to arrive at a solution for a given problem. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷനിൽ നിന്നും അതായത് ഡിഫറെൻറ്റ് ഡിസിഷനിൽ നിന്നും ഒരു ബെസ്റ്റ് പോസിബിൾ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അത് കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടും അതോടൊപ്പം തന്നെ അതിൻ്റെ കോമ്പറ്റീറ്റീവ്നെസ്, മറ്റ് കമ്പനികളുടെ കോമ്പറ്റീഷൻ എങ്ങനെയാണ് അതിനെ ബേസ് ചെയ്തിട്ടും ടൈമിനെ ബേസ് ചെയ്തിട്ടുമാണ്. ഓക്കെ, അപ്പോൾ ടൈമും കോസ്റ്റും കോമ്പറ്റീഷനും എല്ലാം ഡിസിഷനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഓക്കെ, ദെൻ ഡിസിഷൻ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഡിസിഷൻ തിയറി എന്ന് പറയുന്നത്. അത് രണ്ട് കേസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് സെർട്ടൻ കണ്ടീഷൻസിൻ്റെ കേസിൽ അല്ലെങ്കിൽ സിറ്റുവേഷൻസിൻ്റെ കേസിലും അല്ലെങ്കിൽ അൺസെർട്ടൻ കണ്ടീഷൻസിൻ്റെ കേസിലും. മെയിനായിട്ട് ഡിസിഷൻ തിയറി വരുന്നത് അൺസെർട്ടൻ കണ്ടീഷൻസിൻ്റെ കേസിലാണ്. അൺസെർട്ടൻ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് എന്തായിരിക്കും, അതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും എന്നുള്ളത് മുൻകൂട്ടി നമുക്ക് അസ്യൂം ചെയ്യാനോ സാധിക്കാത്തൊരു കേസാണ് അൺസെർട്ടൻ കണ്ടീഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഡിസിഷൻ തിയറി ഈസ് കൺസേൺഡ് വിത്ത് ഹൗ ടു അസിസ്റ്റ് പീപ്പിൾ ഓർ ഓർഗനൈസേഷൻ ഇൻ മേക്കിംഗ് ഡിസിഷൻസ്. ഒരു ഓർഗനൈസേഷനെ അല്ലെങ്കിൽ പീപ്പിളിനെ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ അസിസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഡിസിഷൻ തിയറിയിൽ പറയുന്നത്. ദെൻ ഒരു ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിന് ഒരു മീനിങ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക്, ഒരു കൺസെപ്ച്വൽ ഫ്രെയിം വർക്ക് ഡിസിഷൻ തിയറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഡിസിഷൻ തിയറിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ടു ഹെൽപ്പ് ദി ഡിസിഷൻ മേക്കർ ഇൻ സെലക്ടിങ് ദി ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഫ്രം ദി ഓൾട്ടർനേറ്റീവ്സ്. അപ്പോൾ ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവിൽ നിന്നും, ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് സൊല്യൂഷൻസ്. ഇപ്പോൾ ഒരു പ്രോബ്ലത്തിന് നമുക്ക് ഒരുപാട് രീതിയിൽ സൊല്യൂഷൻ കാണാൻ പറ്റും. അപ്പോൾ ആ ഓരോ രീതിയിലുള്ള സൊല്യൂഷനാണ് ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത്, ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ ഓൾട്ടർനേറ്റീവിൽ നിന്നും അത് ഓരോന്നും അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഡിസിഷൻ
ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസിഷൻ മേക്കറെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഡിസിഷൻ തിയറീൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എലമെൻറ്റ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അതായത് ഇപ്പോൾ ഓരോ ഡിസിഷൻ എടുക്കുമ്പോഴും അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന certain ടേംസ് ആണ്, certain എലമെൻറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് കോസ് ഓഫ് ആക്ഷൻ, സ്റ്റേറ്റ് ഓഫ് നേച്ചർ ആൻഡ് പേ ഓഫ്. ദെൻ കോസ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി കോസ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷനാണ് കോസ് ഓഫ് ആക്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ആക്ട്സ് ആണ്. ആക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ആക്ഷൻസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ്. അപ്പോൾ ഒരു ഡിസിഷനിൽ വരുന്ന ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് ആണ് കോസ് ഓഫ് ആക്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സ്റ്റേറ്റ് ഓഫ് നേച്ചർ സിംപ്ലി മീൻസ് ദി ഔട്ട്കംസ് ഫ്രം ദി ഡിസിഷൻ. അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഔട്ട്കം ആണ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ. ദാറ്റ് ഈസ് state of nature are set of exclusive outcomes consequent to the decision made. Okay, അപ്പോൾ ഇവിടെ ഡിസിഷൻ മേക്കർ ഹാസ് നോ കൺട്രോൾ ഓവർ ദി ഇവൻറ്റ് വിൽ ടേക്ക് പ്ലേസ്. അപ്പോൾ ഡിസിഷൻ മേക്കറിന് സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ എന്തുണ്ടായിക്കൊള്ളണം എന്നില്ല, കൺട്രോൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് പേ ഓഫ്. പേ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്കം ക്വാണ്ടിറ്റേറ്റീവ് ടേമിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് പേ ഓഫ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദീസ് ആർ ദി ഔട്ട്കംസ് ഓർ ഇവൻറ്റ്സ് എക്സ്പ്രസ്ഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ്. അതായത് ഔട്ട്കംത്തിനെ ദാറ്റ് ഈസ് സ്റ്റേറ്റ് ഓഫ് നേച്ചറിനെ നമ്മളൊരു ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ ഒരു ടേബിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് പേ ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഹിയർ കോസ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് ആണ്. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ് കോസ് ഓഫ് ആക്ഷൻസ് ഓർ ആക്ട്സ് ഓർ സ്ട്രാറ്റജി. സ്റ്റേറ്റ് ഓഫ് നേച്ചർ സിംപ്ലി മീൻസ് ദാറ്റ് ഈസ് ദി ഔട്ട്കംസ് ഫ്രം ദി ഡിസിഷനാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസിഷനിൽ നിന്ന് ലഭിക്കുന്ന ഔട്ട്കം, അതിൻ്റെ റിസൾട്ട്, അതാണ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പേ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിസൾട്ടിനെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടേമിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് പേ ഓഫ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പേ ഓഫ് ടേബിൾ ആണ്. ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പേ ഓഫ് മെട്രിക്സ്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് കോസ് ഓഫ് ആക്ഷൻ അതേപോലെ തന്നെ സ്റ്റേറ്റ് ഓഫ് നേച്ചറും. സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്ന് പറയുന്നത് ഔട്ട്കം ആണ്. ഓൾട്ടർനേറ്റീവ് കോസ് ഓഫ് ആക്ഷൻ്റെയും ഔട്ട്കത്തിൻ്റെയും ഒരു ടേബുലർ ഫോമിനെയാണ് നമ്മൾ പേ ഓഫ് മെട്രിക്സ് അല്ലെങ്കിൽ പേ ഓഫ് ടേബിൾ എന്ന് പറയുന്നത്. ദെൻ ഇവിടെ നമുക്കൊരു പ്രൊഫോമ തന്നിട്ടുണ്ട് പേ ഓഫ് ടേബിൾ എങ്ങനെയാണെന്നുള്ളത്. ദാറ്റ് ഈസ് അവിടെ 2 കോളം കൊടുത്തിട്ടുണ്ട്, ഒന്ന് സ്റ്റേറ്റ് ഓഫ് നേച്ചറും പിന്നെ ആക്ട്സും. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദി ഔട്ട്കം ആണ്. ദെൻ ആക്ട്സ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കോസ് ഓഫ് ആക്ഷൻസ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് ആക്ട്സ് എങ്ങനെയാണ്, സ്റ്റേറ്റ് ഓഫ് നേച്ചർ എങ്ങനെയാണ്, ഇതുപോലെയാണ് നമ്മൾ പേ ഓഫ് മെട്രിക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പേ ഓഫ് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദി ടേബുലർ ഫോം ഓഫ് പേ ഓഫ് വേരിയസ് ഓൾട്ടർനേറ്റീവ് കോസ് ഓഫ് ആക്ഷൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ. ദെൻ നെക്സ്റ്റ് ഈസ് ഡിസിഷൻ മേക്കിംഗ് എൻവയോൺമെൻറ്റ്സ്. ബേസ്ഡ് ഓൺ ദി ഡിസിഷൻ മേക്കിംഗ് എൻവയോൺമെൻറ്റ്, ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷന് നമുക്ക് 4 സിറ്റുവേഷനായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടനിറ്റി. ദറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡിറ്റർമിനിസ്റ്റിക് സിറ്റുവേഷൻ. Then second one is decision making under uncertainty. That is also known as uncertainty situation. Then next, decision making under risk. That is also known as stochastic situations. The next one is decision making under competitions. That is also known as conflict game theory. So these are the 4 main situations where decision is taken. ദെൻ അതിൽ ഫസ്റ്റ് സിറ്റുവേഷനാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടനിറ്റി. ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡിറ്റർമിനിസ്റ്റിക് സിറ്റുവേഷൻ. ഇവിടെ ഡിസിഷൻ മേക്കറിന് ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്തായിരിക്കും എന്നുള്ളത് അറിയാൻ കഴിയും. അതായത് ഇപ്പോൾ ഡിസിഷൻ മേക്കർ എടുക്കുന്ന ഓരോ ഡിസിഷൻസിൻ്റെയും കോൺസിക്വൻസ് ഇൻ ഫ്യൂച്ചർ, അതേപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും. അപ്പോൾ അത് ആ ഒരു പെർട്ടിക്കുലർ ഡിസിഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അതെങ്ങനെയാണ് ബാധിക്കുന്നത്, അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരു നല്ല ധാരണയോട് കൂടി എടുക്കുന്ന ഡിസിഷൻസാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടനിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ഡിറ്റർമിനിസ്റ്റിക് സിറ്റുവേഷൻ എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷനിൽ നമുക്കൊരു ടെക്നിക്കിൻ്റെ അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് ടൂളിൻ്റെ ആവശ്യമില്ല ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, അപ്പോൾ ഇവിടെ മാനേജർ എടുക്കുന്ന തീരുമാനം അയാളുടെ സ്വന്തം ഡിസിഷൻ ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലീനിയർ പ്രോഗ്രാമിംഗ്, ഗോൾ പ്രോഗ്രാമിംഗ് ആൻഡ് ഇൻറ്റിജർ പ്രോഗ്രാമിംഗ് ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. അപ്പോൾ ഡിറ്റർമിനിസ്റ്റിക് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഇറ്റ് ഈസ് ദി സിറ്റുവേഷൻ ഇൻ വിച്ച് ദി ഡിസിഷൻ മേക്കർ നോസ് ദി കോൺസിക്വൻസസ് ഓഫ് എവറി ആക്ഷൻ and option available to him in taking decision. Then
ഡിസിഷൻ മേക്കർ സെലക്ട് ചെയ്യുന്നത് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ആണ് ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ദി ബെസ്റ്റ് ഔട്ട്കം. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റി. അതായത് ഈ സിറ്റുവേഷനിൽ ഡിസിഷൻ മേക്കേഴ്സിന് അവരെടുത്ത ഡിസിഷൻ്റെ ഔട്ട്കമ്മിനെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടിനെ കുറിച്ചിട്ട് ഒരു പ്രീവിയസ് നോളജ് ഒന്നും ഉണ്ടായിരിക്കില്ല. ദെൻ അതോടൊപ്പം തന്നെ ആ ഔട്ട്കമ്മിൻ്റെ ഒക്കറൻസിൻ്റെ പ്രോബബിലിറ്റിനെ കുറിച്ചിട്ടും അവർക്കൊരു പ്രഡിക്ഷനോ അല്ലെങ്കിൽ ഒരു പ്രീവിയസ് നോളജോ ഉണ്ടായിരിക്കില്ല. ദെൻ ഈ സിറ്റുവേഷനിൽ ചോയ്സ് ഓഫ് ഡിസിഷൻ ഓർ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മെയിൻലി ഡിപ്പെൻഡ് ഓൺ ദി പേഴ്സണാലിറ്റി ഓഫ് ദി ഡിസിഷൻ മേക്കർ. അതേപോലെ തന്നെ ആൻഡ് ദി പോളിസി ഓഫ് ദി ഓർഗനൈസേഷൻ. അതായത് ഡിസിഷൻ മേക്കറിന് അയാളെടുത്ത ഡിസിഷൻ്റെ റിസൾട്ടിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഔട്ട്കത്തിനെ കുറിച്ചിട്ടോ ഒരു പ്രഡിക്ഷനോ അല്ലെങ്കിൽ നോളജോ ഉണ്ടായിരിക്കില്ല. മിക്ക ഡിസിഷൻ മേക്കേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണിത്. അതേപോലെ തന്നെ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന മേജർ ഡിസിഷൻ പ്രോബ്ലം ഇത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഡിസിഷൻ മേക്കേഴ്സിൻ്റെ പേഴ്സണാലിറ്റീനെയും അതേപോലെ തന്നെ പോളിസി ഓഫ് ദി ഓർഗനൈസേഷൻ്റെ പോളിസീനെയും ബേസ് ചെയ്തിട്ടായിരിക്കും അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡിസിഷൻ അല്ലെങ്കിൽ സ്ട്രാറ്റജി ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലോഞ്ചിങ് എ ന്യൂ പ്രൊഡക്റ്റ്, ഇപ്പോൾ ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന കേസിൽ, അതേപോലെ തന്നെ ഒരു പുതിയ വെഞ്ചർ സെറ്റപ്പ് ചെയ്യുന്ന കേസിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഫേസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പ്രീവിയസ് നോളജ് അല്ലെങ്കിൽ ഒരു പ്രഡിക്ഷനോ ഇല്ലാത്ത, അതായത് ഇപ്പോൾ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്തായിരിക്കും എന്നൊരു പ്രഡിക്ഷനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു പ്രീവിയസ് നോളജ് ഉണ്ടായിരിക്കില്ല, ഔട്ട്കത്തിനെ കുറിച്ചൊരു പ്രീവിയസ് നോളജ് ഉണ്ടായിരിക്കില്ല. അതോടൊപ്പം തന്നെ ഡിസിഷൻ മേക്കർ അയാളുടെ പേഴ്സണാലിറ്റീനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ പോളിസീനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിറ്റുവേഷനിൽ ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടെ വേറൊരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിറ്റുവേഷനിൽ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ് ആക്ഷൻസ് അല്ലെങ്കിൽ ഡിസിഷൻസിൽ നിന്നും ഒരു മാക്സിമം എക്സ്പെക്റ്റഡ് പ്രോഫിറ്റോ അല്ലെങ്കിൽ റവന്യൂ അല്ലെങ്കിൽ ഒരു മിനിമം എക്സ്പെക്റ്റഡ് ലോസോ അല്ലെങ്കിൽ കോസ്റ്റോ നൽകുന്ന ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഓർ ഡിസിഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദർ ആർ ഡിഫറെൻറ്റ് ആക്ഷൻ പ്ലാൻസ് ഓർ ക്രൈറ്റീരിയ ഓഫ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ ദിസ് സിറ്റുവേഷൻ. അപ്പോൾ ഈ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ബെസ്റ്റ് സൊല്യൂഷൻ, ഒരു ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ആക്ഷൻ പ്ലാൻസ് ഉണ്ട്. അതായത് ഇവിടെ ഒന്നെങ്കിൽ മാക്സിമം എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ മാക്സിമം എക്സ്പെക്റ്റഡ് റവന്യൂ അല്ലെങ്കിൽ മിനിമം എക്സ്പെക്റ്റഡ് ലോസ് ഓർ മിനിമം എക്സ്പെക്റ്റഡ് കോസ്റ്റ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിസിഷൻ എടുക്കുന്നത്. അതായത് ഒരു ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് നമ്മൾ അണ്ടർ അൺസർട്ടനിറ്റിയിൽ ചൂസ് ചെയ്യണത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ആക്ഷൻ പ്ലാൻസ് ആണുള്ളത്. ദാറ്റ് ഈസ് ദി ആക്ഷൻ പ്ലാൻസ് ഇൻക്ലൂഡ്സ് ഫസ്റ്റ് വൺ ഈസ് ദി ക്രൈറ്റീരിയൻ ഓഫ് ഒപ്റ്റിമിസം. Criterion of optimism, that is also known as Maximax or Minimax criteria. Then second one is Minimax regret criteria. Minimax regret criteria ne parayna verru perana Minimax criteria. Then next criterion of pessimism, that is also known as Maximin or pessimist criterion. Pessimism criterion. Then next one is criterion of rationality, that is also known as Bayes or Laplace criterion. Then there is another situation that is known as Hurwick's criterion or criterion of realism. അപ്പോൾ ഇത് ഈ 4 ക്രൈറ്റീരിയ കൂടാതെ വരുന്ന ഒരു ക്രൈറ്റീരിയയാണ് ഹർവിക്സ് ക്രൈറ്റീരിയൻ ഓർ ക്രൈറ്റീരിയൻ ഓഫ് റിയലിസം. അപ്പോൾ ഈ 5 സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അൺസർട്ടനിറ്റീൻ്റെ കേസിൽ ഡിസിഷൻസ് എടുക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദി ക്രൈറ്റീരിയൻ ഓഫ് ഒപ്റ്റിമിസം. ദെൻ ഇറ്റ് വാസ് സജസ്റ്റഡ് ബൈ ലിനോയിഡ് ഹെർവിക്സ്. അപ്പോൾ ലിനോയിഡ് ഹെർവിക്സ് ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മാക്സിമാക്സ് ഓർ മിനിമാക്സ് ക്രൈറ്റീരിയൻ. ദെൻ അണ്ടർ ദിസ് സിറ്റുവേഷൻ ഏത് സ്ട്രാറ്റജിയാണോ മാക്സിമം പേ ഓഫ് നൽകുന്നത് അല്ലെങ്കിൽ മിനിമം കോസ്റ്റ് അല്ലെങ്കിൽ മിനിമം ലോസ് നൽകുന്നത്, ആ പെർട്ടിക്കുലർ കോസ് ഓഫ് ആക്ഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് മിനിമാക്സ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ മാക്സിമാക്സ് ക്രൈറ്റീരിയ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏത് കോസ് ഓഫ് ആക്ഷൻ ആണോ അല്ലെങ്കിൽ സ്ട്രാറ്റജി ആണോ നമുക്ക് മാക്സിമം പേ ഓഫ് നൽകുന്നത് അല്ലെങ്കിൽ മിനിമം കോസ്റ്റ് ഓർ മിനിമം ലോസ് നൽകുന്നത്, ആ പെർട്ടിക്കുലർ കോസ് ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് സ്ട്രാറ്റജി ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് മാക്സിമാക്സ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ മിനിമാക്സ് ക്രൈറ്റീരിയൻ ഓർ
ദി ക്രൈറ്റീരിയൻ ഓഫ് ഒപ്റ്റിമിസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിസിഷൻ മേക്കർ സെലക്ട് ചെയ്യുന്നത് ദാറ്റ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ വിത്ത് ലാർജസ്റ്റ് ഓർ ലോവസ്റ്റ് പോസിബിൾ പേ ഓഫ് വാല്യൂ. ഇവിടെ ലാർജസ്റ്റ് പോസിബിൾ പേ ഓഫ് വാല്യൂ എന്ന് പറയുമ്പോൾ വിച്ച് മാക്സിമൈസസ് ദി പ്രോഫിറ്റ്, ദെൻ ലോവസ്റ്റ് പോസിബിൾ പേ ഓഫ് വാല്യൂ എന്ന് പറയുമ്പോൾ വിച്ച് മിനിമൈസസ് ദി കോസ്റ്റ്, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഒപ്റ്റിമിസ്റ്റിക് ഡിസിഷൻ ക്രൈറ്റീരിയൻ. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് സ്റ്റെപ്സ് അല്ലെങ്കിൽ രണ്ട് മെത്തേഡ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദി മാക്സിമം ഓർ മിനിമം പേ ഓഫ് വാല്യൂ ആണ്. ഒന്നുകിൽ നമ്മൾ മാക്സിമം പേ ഓഫ് വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യുക. മാക്സിമം പേ ഓഫ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഏർണിങ്സ് ആയിരിക്കും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ദെൻ അല്ലെങ്കിൽ മിനിമം പേ ഓഫ് വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ മിനിമം പേ ഓഫ് വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് മിനിമം കോസ്റ്റ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ദെൻ അതിൽ നിന്ന് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ചൂസ് ചെയ്യാണ് വിത്ത് ബെസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് പേ ഓഫ് വാല്യൂ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് പേ ഓഫ് വാല്യൂ ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ചൂസ് ചെയ്യാണ്. അപ്പോൾ ബെസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് പേ ഓഫ് വാല്യൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മാക്സിമം ഫോർ പ്രോഫിറ്റും ആൻഡ് മിനിമം ഫോർ കോസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ അല്ലെങ്കിൽ ഈ ക്രൈറ്റീരിയയിൽ ഡിസിഷൻ മേക്കർ സെലക്ട് ചെയ്യുന്ന ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ലാർജസ്റ്റ് പോസിബിൾ പേ ഓഫ് വാല്യൂ അല്ലെങ്കിൽ ലോവസ്റ്റ് പോസിബിൾ പേ ഓഫ് വാല്യൂ വെച്ചിട്ടായിരിക്കും. സോ ദെയർഫോർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഒപ്റ്റിമിസ്റ്റിക് ഡിസിഷൻ criterion. Okay, so that is the first situation under uncertainty, that is the criterion of optimism, that is also known as Minimax criteria. Then second one is Minimax regret criteria, that is also known as Minimax criteria. Then ഈ കേസിൽ maximum losses ഏത് സ്ട്രാറ്റജിയിലാണോ വരുന്നത് അത് നമ്മൾ എന്ത് ചെയ്യും, വൺ അനദറായിട്ട് കമ്പയർ ചെയ്യും. അതായത് മാക്സിമം ലോസ് നമ്മൾ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇപ്പോൾ പേ ഓഫ് ടേബിൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം ലോസസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഓരോന്നിൻ്റെ ലോസ് കണ്ടെത്തിയിട്ട് അതിൽ നിന്ന് മാക്സിമം ലോസസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്നിട്ട് ഈ മാക്സിമം ലോസ് നമ്മൾ തൊട്ടടുത്ത് വരുന്ന മിനിമം ലോസായിട്ട് കമ്പയർ ചെയ്യും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, മിനിമം ലോസ് നൽകുന്ന സ്ട്രാറ്റജി അല്ലെങ്കിൽ കോഴ്സ് ഓഫ് ആക്ഷൻ ചൂസ് ചെയ്യുന്നതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മിനിമാക്സ് ക്രൈറ്റീരിയ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് മിനിമാക്സ് റിഗ്രറ്റ് ക്രൈറ്റീരിയ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ that is in this case maximum losses incurred by each strategy is compared with one another and select the strategy which gives the minimum losses. അപ്പോൾ maximum loss ഇൻകർ ചെയ്യുന്ന കോഴ്സ് ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ സ്ട്രാറ്റജി ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് അത് മറ്റായിട്ട് കമ്പയർ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് മിനിമം ലോസ് നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് മിനിമാക്സ് റിഗ്രറ്റ് ക്രൈറ്റീരിയ. Then next third one is criterion of pessimism, that is also known as Maximin criteria, which is also called Waldian criterion. അപ്പോൾ വാൾഡിയൻ ക്രൈറ്റീരിയൻ എന്നതിന് പറയാൻ കാരണം അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ബൈ എബ്രഹാം വാൾഡ് ആണ്. ഓക്കെ, ദെൻ ഈ ക്രൈറ്റീരിയൻ പ്രകാരം ഡിസിഷൻ ഈസ് ടേക്കൺ ഓൺ എ പെർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷൻ വിച്ച് മാക്സിമൈസസ് ദി മിനിമം പോസിബിൾ പേ ഓഫ്. അപ്പോൾ ഈ ക്രൈറ്റീരിയ പ്രകാരം, അതായത് ക്രൈറ്റീരിയൻ ഓഫ് പെസിമിസം അല്ലെങ്കിൽ മാക്സിമിൻ ക്രൈറ്റീരിയൻ പ്രകാരം ഫസ്റ്റ് നമ്മൾ ഓരോ സ്ട്രാറ്റജിയിൽ നിന്നും മിനിമം പോസിബിൾ പേ ഓഫ് ചൂസ് ചെയ്യാണ്. പ്രോഫിറ്റിൻ്റെ പേ ഓഫ് ടേബിളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് പേ ഓഫ് ടേബിളിൽ നിന്ന് മിനിമം പ്രോഫിറ്റ് ചൂസ് ചെയ്യുക. ഓരോന്നിൽ നിന്നും മിനിമം പ്രോഫിറ്റ് ചൂസ് ചെയ്യുക. അപ്പോൾ മിനിമം പ്രോഫിറ്റ് നമുക്ക് കിട്ടും. ആ മിനിമം പ്രോഫിറ്റിൽ നിന്ന് മാക്സിമം പേ ഓഫ് എത്രയാണെന്നുള്ളത് ചൂസ് ചെയ്യുക. അപ്പോൾ അതായിരിക്കും ഇവിടെ നമ്മൾ സ്ട്രാറ്റജി ആയിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു മിനിമം ഔട്ട്കം കിട്ടും ഓരോ സ്ട്രാറ്റജിയിൽ നിന്നും. അപ്പോൾ ഓരോ കോഴ്സ് ഓഫ് ആക്ഷനിൽ നിന്നും ഒരു മിനിമം ഔട്ട്കം കിട്ടും. ദെൻ ആ ഔട്ട്കം ആണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഡിസിഷൻ മേക്കർ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ സെലക്ട് ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് മിനിമം ഔട്ട്കമ്മിൽ നിന്ന് ചൂസ് ചെയ്തിട്ടുള്ള മാക്സിമം ഔട്ട്കം ആണ് സ്ട്രാറ്റജി ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ദെൻ ഹീ സെലക്ട് ദി സ്ട്രാറ്റജി വിത്ത് മാക്സിമം number. Okay, then it identify the alternative strategy that has least possible loss. അപ്പോൾ ലീസ്റ്റ് പോസിബിൾ ലോസ് ഏതാണെന്നുള്ളത് ഓരോ സ്ട്രാറ്റജിയിലെയും ഏറ്റവും ലീസ്റ്റ് പോസിബിൾ ലോസ് ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കും. ദെൻ therefore it is also known as pessimism criterion. Okay, then next one is
Criterion of rationality. Criterion of rationality, that is also known as Bayes or Laplace criterion. അപ്പോൾ criterion of റേഷണാലിറ്റീനെ ബയേഴ്സ് ഓർ ലാപ്ലേസ് ക്രൈറ്റീരിയൻ എന്നും കൂടെ പറയുന്നുണ്ട്. കാരണം അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് തോമസ് ബയേഴ്സും അതോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബൈ സൈമർ ഡി ലാപ്ലേസും ആണ്. അപ്പം തോമസ് ബയേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് സൈമർ ഡി ലാപ്ലേസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനെ ക്രൈറ്റീരിയ ഓഫ് റേഷണാലിറ്റി എന്നുള്ള സിറ്റുവേഷനെ പറയുന്ന മറ്റൊരു പേരാണ് ബയേഴ്സ് ഓർ ലാപ്ലേസ് ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ ഡിസിഷൻ മേക്കറിന് എന്താണ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ അല്ലെങ്കിൽ റിസൾട്ട് എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, അത് അസ്യൂം ചെയ്യും. അതായത് ഈക്വൽ പ്രോബബിലിറ്റി ആണ്, ഓരോ റിസൾട്ടിനും ഈക്വൽ പ്രോബബിലിറ്റി ആണ് വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒക്കറൻസ് അല്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസിനെ കുറിച്ചിട്ട് ഒരു അസംഷൻ ഉണ്ടാവും. അപ്പോൾ ഈ അസംഷനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ ഹിയർ ഡിസിഷൻ മേക്കർ ഹാസ് നോ ഇൻഫോർമേഷൻ ഓൺ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ഔട്ട്കം. അപ്പോൾ ഔട്ട്കത്തിൻ്റെ ഒക്കറൻസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ റിസൾട്ടിൻ്റെ കോൺസിക്വൻസസിനെ കുറിച്ചിട്ട് അതിൻ്റെ പ്രോബബിലിറ്റീനെ കുറിച്ചിട്ട് ഡിസിഷൻ മേക്കറിന് കൂടുതൽ ഇൻഫോർമേഷൻ ഒന്നും ഉണ്ടാവില്ല, ദാറ്റ് ഈസ് ഇനഫ് നോളജ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഹി മേക്സ് ആൻ അസംഷൻ ദാറ്റ് ദി ഔട്ട്കംസ് ആർ ഈക്വലി ലൈക്ലി ടു ടേക്ക് പ്ലേസ്. ദെൻ ഇവിടെ ഡിസിഷൻ മേക്കർ ഫസ്റ്റ് ആവറേജ് ഔട്ട്കം കാൽക്കുലേറ്റ് ചെയ്യും. അതായത് ഓരോ കോസ് ഓഫ് ആക്ഷൻ്റെയും ആവറേജ് ഔട്ട്കം കാൽക്കുലേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഹിയർ ദി ഡിസിഷൻ മേക്കർ ഫസ്റ്റ് കാൽക്കുലേറ്റ് ദി ആവറേജ് ഔട്ട്കം ഓഫ് എവറി കോസ് ഓഫ് ആക്ഷൻ. ഓരോ കോസ് ഓഫ് ആക്ഷൻ്റെയും ആവറേജ് ഔട്ട്കം എന്ത് ചെയ്യും, ഡിസിഷൻ മേക്കർ ആവറേജ് ഔട്ട്കം കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ ആ ഔട്ട്കമ്മിൽ നിന്നും ഓൾ ദി ഔട്ട്കംസ് ആർ ആഡഡ് ടുഗെദർ ആണ്. ദെൻ അതിനെ ഡിവൈഡഡ് ബൈ ദി നമ്പർ ഓഫ് ഔട്ട്കംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ കേസിൽ ക്രൈറ്റീരിയൻ ഓഫ് റേഷണാലിറ്റിയിൽ ഫസ്റ്റ് ഡിസിഷൻ മേക്കർ എല്ലാ കോസ് ഓഫ് ആക്ഷൻ്റെയും ആവറേജ് ഔട്ട്കം കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ ഈ ആവറേജ് ഔട്ട്കം എല്ലാം ആഡ് ചെയ്തതിന് ശേഷം അതിനെ നമ്പർ ഓഫ് ഔട്ട്കംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ദെൻ ഈ ആവറേജിൽ നിന്ന് മാക്സിമം നമ്പറാണ് സെലക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫ്രം ദീസ് ആവറേജസ് ദി മാക്സിമം നമ്പർ ഈസ് സെലക്റ്റഡ്. അതാണ് ഇവിടെ എന്ത് പറയുന്നത്, ഡിസിഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്രൈറ്റീരിയൻ ഓഫ് റേഷണാലിറ്റിയിൽ ഓർ ബയേഴ്സ് ഓർ ലാപ്ലേസ് ക്രൈറ്റീരിയനിൽ ഫസ്റ്റ് ഡിസിഷൻ മേക്കർ ഓരോ കോസ് ഓഫ് ആക്ഷൻ്റെയും ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യും, ആവറേജ് ഔട്ട്കം കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ അതിന് ശേഷം എല്ലാ ഔട്ട്കമും ആഡ് ചെയ്തതിന് ശേഷം അതിനെ നമ്പർ ഓഫ് ഔട്ട്കം ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഈ ആവറേജിൽ നിന്ന് മാക്സിമം നമ്പറാണ് ചൂസ് ചെയ്യുന്നത്. ഈ മാക്സിമം നമ്പർ എന്ന് പറയുന്നതാണ് ഇവിടെ സ്ട്രാറ്റജി ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ക്രൈറ്റീരിയൻ ഓഫ് റേഷണാലിറ്റി ഓർ ബയേഴ്സ് ഓർ ലാപ്ലേസ് ക്രൈറ്റീരിയൻ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ക്രൈറ്റീരിയൻ ഓഫ് റിയലിസം. അപ്പോൾ ക്രൈറ്റീരിയൻ ഓഫ് റിയലിസം ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹർവിക്സ് ക്രൈറ്റീരിയൻ. ഹർവിക്സ് ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ കോംപ്രമൈസ് ബിറ്റ്വീൻ ആൻ ഒപ്റ്റിമിസ്റ്റിക് ദാറ്റ് ഈസ് മാക്സിമാക്സ് ക്രൈറ്റീരിയൻ ആൻഡ് പെസിമിസ്റ്റിക് ഡിസിഷൻ ക്രൈറ്റീരിയൻ ദാറ്റ് ഈസ് മാക്സിമിൻ ക്രൈറ്റീരിയൻ. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു കോംപ്രമൈസ് ആണ്. അപ്പോൾ അതായത് അതിൻ്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു സിറ്റുവേഷനാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഹർവിക്സ് ക്രൈറ്റീരിയൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ഡെവലപ്ഡ് ബൈ ഹർവിക്സ്. അപ്പോൾ ഹർവിക്സ് ഡെവലപ്പ് ചെയ്ത ഒരു ക്രൈറ്റീരിയയാണ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനാണ് ഒപ്റ്റിമിസം എന്ന് പറയുന്നത്. സോ അദ്ദേഹം തന്നെ ഡെവലപ്പ് ചെയ്ത മറ്റൊരു സിറ്റുവേഷനാണ് ഹർവിക്സ് ക്രൈറ്റീരിയൻ ഒരു ക്രൈറ്റീരിയ ഓഫ് റിയലിസം. അപ്പോൾ ക്രൈറ്റീരിയ ഓഫ് റിയലിസം എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമിസ്റ്റിക് ക്രൈറ്റീരിയക്കും പെസിമിസ്റ്റിക് ഡിസിഷൻ്റെയും ഇടയിൽ വരുന്ന ഒരു ക്രൈറ്റീരിയയാണ് ക്രൈറ്റീരിയൻ ഓഫ് റിയലിസം എന്ന് പറയുന്നത്. ദെൻ ദിസ് ക്രൈറ്റീരിയൻ സജസ്റ്റഡ് ദാറ്റ് റേഷണൽ ഡിസിഷൻ മേക്കർ ഷുഡ് നെയ്തർ കംപ്ലീറ്റ്ലി ഒപ്റ്റിമിസ്റ്റിക് നോർ പെസിമിസ്റ്റിക് എന്നാണ് പറയുന്നത്. അതായത് ഒരു ഡിസിഷൻ മേക്കർ, റാഷണൽ ഡിസിഷൻ മേക്കർ, അതായത് നല്ലൊരു ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എന്തല്ല, ഒപ്റ്റിമിസ്റ്റിക്കും അല്ല പെസിമിസ്റ്റിക്കും അല്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്നൊരു പേഴ്സണാണ്, പാർട്ട്ലി ഒപ്റ്റിമിസ്റ്റിക്കും പെസിമിസ്റ്റിക്കും ആയിട്ടുള്ളൊരു പേഴ്സണാണ് ഒരു റാഷണൽ ഡിസിഷൻ മേക്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ദെൻ ഇവിടെ ഹർവിക്സ് സജസ്റ്റ് ചെയ്യുന്ന ഐഡിയ എന്ന് പറയുന്നത് ഒരു കോഎഫിഷ്യൻ്റ് ഓഫ് ഒപ്റ്റിമിസം ആണ്.
ഓക്കെ, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ആൽഫ. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഒപ്റ്റിമിസം ആണ് ഇവിടെ ഹർവിക്സ് സജസ്റ്റ് ചെയ്യുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോഎഫിഷ്യൻ്റ് ഓഫ് ഒപ്റ്റിമിസം ഡിനോട്ട് ചെയ്യുന്നതാണ് എന്തായിട്ട്, ആൽഫ ആയിട്ട് ഡിനോട്ട് ചെയ്യണു, വിച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ ദി ഡിസിഷൻ മേക്കേഴ്സ് ഡിഗ്രി ഓഫ് ഒപ്റ്റിമിസം. അപ്പോൾ ഒരു ഡിസിഷൻ മേക്കറിൻ്റെ ഡിഗ്രി ഓഫ് ഒപ്റ്റിമിസം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ആൽഫ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് ഒപ്റ്റിമിസം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ഡിസിഷൻ മേക്കർ ക്യാൻ സെറ്റ് ആൽഫ. അപ്പോൾ ഇവിടെ ഡിസിഷൻ മേക്കറിൻ്റെ ലെവൽ ഓഫ് ഒപ്റ്റിമിസത്തിനനുസരിച്ചിട്ട് 0ക്കും 1നും ഇടയിലുള്ള ഒരു നമ്പർ ആൽഫ വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യണം. ദെൻ ദി കോഎഫിഷ്യൻറ്റ് ലൈസ് ഇൻ ബിറ്റ്വീൻ 0 and 1. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയിലായിരിക്കും. വേർ 0 റെപ്രസെൻറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി പെസിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡാണ് അബൌട്ട് ദി ഫ്യൂച്ചർ. ഓക്കെ, ദെൻ ഇഫ് alpha is the coefficient of optimism, then 1 minus alpha എന്ന് പറയുന്നത് is the coefficient of pessimism. ഓക്കെ, ഇപ്പോൾ ആൽഫ നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഒപ്റ്റിമിസം ആയിട്ടാണ് പരിഗണിക്കുന്നുണ്ടെങ്കിൽ 1 - ആൽഫ എന്ന് പറയുന്നതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് പെസിമിസം എന്ന് പറയുന്നത്. അപ്പോൾ ഒപ്റ്റിമിസത്തിനും പെസിമിസത്തിനും ഇടയിലാണ് എന്ത് വരുന്നത്, ഹർവിക്സ് ക്രൈറ്റീരിയൻ അല്ലെങ്കിൽ ക്രൈറ്റീരിയൻ ഓഫ് റിയലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അതായത് ഈ അപ്രോച്ച് സജസ്റ്റ് ചെയ്യുന്നത് ഡിസിഷൻ മേക്കർ മസ്റ്റ് സെലക്ട് ഓൾട്ടർനേറ്റീവ്സ് ദാറ്റ് മാക്സിമൈസസ് എച്ച് ആണ്. അപ്പോൾ ഇവിടെ ഈ ക്രൈറ്റീരിയ പ്രകാരം അല്ലെങ്കിൽ ഈ ക്രൈറ്റീരിയ സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡിസിഷൻ മേക്കർ എന്ത് ചൂസ് ചെയ്യണം, ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യണം, ഒരു ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ചൂസ് ചെയ്യണം. പക്ഷെ അതെങ്ങനെയുള്ളതാണ്, ദാറ്റ് മാക്സിമൈസസ് എച്ച്. അപ്പോൾ ക്രൈറ്റീരിയൻ ഓഫ് റിയലിസം, എച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ക്രൈറ്റീരിയൻ ഓഫ് റിയലിസം ആണ്. അപ്പോൾ ക്രൈറ്റീരിയൻ ഓഫ് റിയലിസം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ആൽഫ പ്ലസ് 1 - ആൽഫയാണ്. ഓക്കെ, അപ്പോൾ ആൽഫ വാല്യൂ സെറ്റ് ചെയ്യുന്നത് 0ക്കും 1നും ഇടയിലാണ് നമ്മളൊരു ആൽഫ വാല്യൂ സെറ്റ് ചെയ്യുന്നത്, 0ക്കും 1നും ഇടയിലുള്ള നമ്പേഴ്സിനാണ്. ഓക്കെ, ഇവിടെ ആൽഫ എന്ന് പറയുന്നത് മാക്സിമം ഇൻ കോളം, 1 - ആൽഫ എന്ന് പറയുന്നത് മിനിമം ഇൻ കോളമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഹർവിക്സ് ക്രൈറ്റീരിയൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹർവിക്സ് ക്രൈറ്റീരിയയിൽ നമുക്ക് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷനും കൂടെ സെലക്ട് ചെയ്യണം. അത് മാക്സിമൈസ് ചെയ്യണത് എച്ച് എന്ന് പറയുന്നത്, അതായത് ക്രൈറ്റീരിയൻ ഓഫ് റിയലിസം മാക്സിമൈസ് ചെയ്യണ, ദാറ്റ് ഈസ് എച്ച് മാക്സിമൈസ് ചെയ്യണ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷനും കൂടെ ഒരു ഡിസിഷൻ മേക്കർ ചൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എച്ച് എന്ന് പറയുന്നത് എച്ച് ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് 1 - ആൽഫയാണ്. ഹിയർ ആൽഫ എന്ന് പറയുന്നത് മാക്സിമം ഇൻ കോളം, 1 - ആൽഫ എന്ന് പറയുന്നത് മിനിമം ഇൻ കോളമാണ്. ഓക്കെ, ദെൻ ഇവിടെ കോഫിഷ്യൻ്റ് ഓഫ് ഒപ്റ്റിമിസം എന്ന് പറയുന്നത് ആൽഫയും 1 - ആൽഫ എന്ന് പറയുന്നത് കോഫിഷ്യൻ്റ് ഓഫ് പെസിമിസം ആണ്. ഓക്കെ, അപ്പം ഹർവിക്സ് ക്രൈറ്റീരിയൻ ദാറ്റ് ലൈസ് ഇൻ ബിറ്റ്വീൻ ആൻ ഒപ്റ്റിമിസ്റ്റിക് ആൻഡ് പെസിമിസ്റ്റിക് ഡിസിഷൻ ക്രൈറ്റീരിയൻ. ഓക്കെ, അപ്പോൾ ഇത് എന്ന് പറയുന്നത് കോംപ്രമൈസ് ബിറ്റ്വീൻ ആൻ ഒപ്റ്റിമിസ്റ്റിക് ആൻഡ് പെസിമിസ്റ്റിക് ഡിസിഷൻ ക്രൈറ്റീരിയൻ ആണ്. ഓക്കെ, ദെൻ ഇവിടെ സർട്ടൻ സ്റ്റെപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ കോഫിഷ്യൻ്റ് ഓഫ് ഒപ്റ്റിമിസം ഡിസൈഡ് ചെയ്യണം, ദാറ്റ് ഈസ് ദി ആൽഫ. ദെൻ ഡിസൈഡ് കോഫിഷ്യൻ്റ് ഓഫ് പെസിമിസം, ദാറ്റ് ഈസ് 1 - ആൽഫ. ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്നത്, അതായത് ഓരോ ഓൾട്ടർനേറ്റീവിനും അതിൻ്റെ ലാർജസ്റ്റ് ആൻഡ് ലോവസ്റ്റ് പേ ഓഫ് വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യണം. ദെൻ ആൻഡ് മൾട്ടിപ്ലൈ ദീസ് വിത്ത് ആൽഫ ആൻഡ് 1 - ആൽഫ റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അപ്പോൾ ഓരോ ഓൾട്ടർനേറ്റീവിൽ നിന്നും ആ ഓൾട്ടർനേറ്റീവിൻ്റെ ലാർജസ്റ്റ് പേ ഓഫും അതേപോലെ തന്നെ ആ ഓൾട്ടർനേറ്റീവിൻ്റെ ലോവസ്റ്റ് പേ ഓഫ് വാല്യൂ നമ്മൾ ചൂസ് ചെയ്യുക. ദെൻ അതിനെ ആൽഫ ആയിട്ടും അതോടൊപ്പം തന്നെ 1 - ആൽഫ ആയിട്ടും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ദെൻ കാൽക്കുലേറ്റ് ദി വെയ്റ്റഡ് ആവറേജ്. അതിന് ശേഷം നമ്മൾ വെയ്റ്റഡ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാണ്, ദാറ്റ് ഈസ് എച്ച് ബൈ യൂസിങ് ദി ഇക്വേഷൻ ദാറ്റ് ഈസ് എച്ച് ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് 1 - ആൽഫ. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വെയ്റ്റഡ് ആവറേജ് കിട്ടും, ദാറ്റ് ഈസ് എച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അതിൽ നിന്ന് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അതിൽ നിന്ന് ഒരു ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് നമ്മൾ സെലക്ട് ചെയ്യാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, ദാറ്റ് ഈസ് ആൻറ്റിസിപ്പേറ്റഡ് വെയ്റ്റഡ് ആവറേജ് പേ ഓഫ് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ സെലക്ട് ആൻ ഓൾട്ടർനേറ്റീവ് വിത്ത് ബെസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് വെയ്റ്റഡ് ആവറേജ് പേ ഓഫ് വാല്യൂ. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് എച്ച് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും. അതിൽ ഒരു ബെസ്റ്റ് വൺ നമ്മൾ എന്ത് ചെയ്യാണ്, സെലക്ട് ചെയ്യുന്നതാണ് ഈ ഹർവിക്സ് ക്രൈറ്റീരിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ 3 സ്റ്റെപ്പാണ്. ഫസ്റ്റ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഒപ്റ്റിമിസം ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് പെസിമിസം ഡിസൈഡ് ചെയ്യണു. അതിനുശേഷം നമ്മൾ ഓരോ ഓൾട്ടർനേറ്റീവിൻ്റെ ലാർജസ്റ്റ് അല്ലെങ്കിൽ ലോവസ്റ്റ് പേ ഓഫ് വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ ആൽഫയായിട്ടും 1 - ആൽഫയായിട്ടും മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ അതിന് ശേഷം നമ്മൾ വെയ്റ്റഡ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ബൈ യൂസിങ് എച്ച് ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് 1 - ആൽഫ. ദെൻ അതിൽ നിന്ന് ബെസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് വെയ്റ്റഡ് ആവറേജ് പേ ഓഫ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യാണ്, ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് സർവിക്സ് ക്രൈറ്റീരിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസെർട്ടനിറ്റി എന്നുള്ള സിറ്റുവേഷനിൽ വരുന്നത്. ദാറ്റ് ഈസ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസെർട്ടനിറ്റിയിൽ വരുന്ന ഫസ്റ്റ് കേസാണ് ക്രൈറ്റീരിയൻ ഓഫ് ഒപ്റ്റിമിസം, മിനിമാക്സ് റിഗ്രറ്റ് ക്രൈറ്റീരിയ, ക്രൈറ്റീരിയൻ ഓഫ് പെസിമിസം, ക്രൈറ്റീരിയൻ ഓഫ് rationality and Harvick's criterion. So okay, then hope you all are understood. Thank you.